അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 53-ാം സങ്കീർത്തനം 2-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 53-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഒരു മൂഢനെ നമുക്ക് കാണുവാൻ കഴിയും. അവൻ ഹൃദയത്തിൽ പറയുകയാണ് ദൈവമില്ല എന്ന്. മൂഢൻ ദൈവമില്ല എന്ന് പറഞ്ഞാലും സാത്താൻ ഒരിക്കലും ദൈവമില്ല എന്ന് പറയുകയില്ല. കാരണം ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടുള്ളവനാണല്ലോ അവൻ. ഒരു കാര്യം തീർച്ചയാണ്, ഒരുവന് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവൃത്തികൾ ഉപേക്ഷിക്കാൻ കഴിയാത്തിടത്തോളം കാലം അവന് ദൈവത്തെ അന്വേഷിക്കുവാനോ കണ്ടെത്തുവാനോ കഴിയുകയില്ല. എല്ലാ വ്യക്തികൾക്കും ദൈവം ധാരാളം അവസരങ്ങൾ നൽകും. ആ അവസരം ശരിയായി ഉപയോഗിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തിക്ക് മറ്റൊരിക്കൽ രക്ഷിക്കപ്പെടുവാൻ അവസരം ലഭിച്ചു എന്ന് വരികയില്ല. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 6-ാം വാക്യത്തിൽ യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവൻ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത്, പാപം ചെയ്യുന്ന വ്യക്തികളാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ആ പാപ വഴിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധ വഴിയിലേക്ക് മാറുക എന്നതാണ്. പാപവഴി ഉപേക്ഷിച്ചെങ്കിലേ യഹോവയെങ്കിലേക്ക് തിരിയുവാൻ കഴിയൂ. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ മ്ലാനത മാറിപ്പോകും, നമ്മിൽ നിന്നും നിഴൽ നീങ്ങിപ്പോകും. നാം യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം നമ്മോട് കരുണ കാണിക്കും. ദൈവത്തെങ്കിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ലോകമോഹത്തിന് എതിരെ ദൈവസ്നേഹത്തിലേക്കും ദൈവഭയത്തിലേക്കും തിരിഞ്ഞ് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന വ്യക്തികളോട് കർത്താവ് കരുണ കാണിക്കുകയും അവരുടെ ലംഘനങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുമെന്നാണ് യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 7-ാം വാക്യമാണ് നാം കേട്ടത്. ഇപ്രകാരം തങ്ങളുടെ പാപവഴി ഉപേക്ഷിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. അവരെയെല്ലാം കർത്താവ് കാണുന്നുമുണ്ട്, അവരെ സഹായിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമാനാണ് ഇസ്രയേൽ രാജാവും ഇസബേലിൻ്റെ ഭർത്താവുമായ ആഹാബ്. ഇസ്രയേലിനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഹാബിൻ്റെ കൊട്ടാരത്തിന് സമീപമുണ്ടായിരുന്നു. അത് ചീരത്തോട്ടമാക്കുവാൻ ആഹാബ് ആ സ്ഥലം നാബോത്തിനോട് ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നതിനാൽ ആഹാബിൻ്റെ ഭാര്യയുടെ ഉപദേശപ്രകാരം ഒരു ഉപവാസം പ്രഖ്യാപിച്ച് നാബോത്തിനെ പ്രധാന സ്ഥലത്തിരുത്തുകയും കള്ളസാക്ഷികളെ വെച്ച് നാബോത്തിന് എതിരെ പറയിക്കുകയും അവനെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തപ്പോൾ യഹോവ ഏലിയാവിനെ ആഹാബിനെതിരേൽപ്പാൻ അയക്കുകയും ഏലിയാവ് ദൈവത്തിൻ്റെ ശിക്ഷയുടെ അരുളപ്പാട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഏലിയാവിൽ കൂടിയുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധി കേട്ടപ്പോൾ ആഹാബ് വസ്ത്രം കീറി തൻ്റെ ദേഹം പറ്റ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് തിശ്ബ്യനായ ഏലിയാവിനെ ഉണ്ടായി, ആഹാബ് എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവൻ്റെ മകൻ്റെ കാലത്ത് അവൻ്റെ പാപത്തിന് ഉള്ള ശിക്ഷയായി അവൻ്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തും എന്ന് കൽപ്പിച്ചു. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാബോത്തിൻ്റെ കൊലയാളിയായ ആഹാബ് ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി യഹോവയുടെ മുഖം അന്വേഷിച്ചപ്പോൾ ദൈവം അവനോട് കരുണ കാണിച്ചു. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയായ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നാൽ നമ്മോട് എത്രയധികം കരുണ കാണിക്കും. വലിയ കോടീശ്വരനായ ഒരു വ്യക്തി തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരോട് വളരെ ധാർഷ്ട്യം കാണിക്കുകയും എതിർത്താൽ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യവസായി, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു കോടീശ്വരൻ. അയാളിപ്പോൾ രോഗക്കിടക്കയിലാണ്. ഡോക്ടേഴ്സ് അദ്ദേഹത്തെ ഏറെക്കുറെ കൈയൊഴിഞ്ഞ മട്ടാണ്. മരണാസന്നനായ ആ വ്യക്തി ചിന്തിച്ചു, ഞാൻ മരിക്കുവാൻ പോവുകയാണ്. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എണ്ണിയാൽ തീരാത്ത സമ്പത്ത് ഇനി ആർക്ക് കൊടുക്കും? ആദ്യം ആ മനുഷ്യന് അല്പം പ്രയാസം തോന്നിയെങ്കിലും അദ്ദേഹം
ഒരു തീരുമാനമെടുത്തു. ജോലിക്കാർക്കെല്ലാം ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു. തൊഴിലാളികളോട് കൃത്യമായി ഇടപെട്ടു. ദേശത്ത് സാധുക്കളെ സഹായിക്കുവാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അനേകം സാധുക്കളായ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് അദ്ദേഹം സഹായം ചെയ്തു. അനേകരുടെ പ്രാർത്ഥനയും സ്നേഹത്തോടെയുള്ള ആശ്വാസവാക്കുകളും ആ മനുഷ്യനെ രോഗമുക്തനാക്കി. തൻ്റെ ഹൃദയകാഠിന്യവും ധനത്തിലുള്ള അത്യാർത്തിയുമായിരുന്നു തൻ്റെ രോഗത്തിൻ്റെ പ്രധാന കാരണം. ഹൃദയത്തിൽ നിന്നും കാഠിന്യം മാറിപ്പോയപ്പോൾ ദൈവസ്നേഹം അവിടെ പ്രവേശിച്ചു. ആ വ്യക്തി ഒരു ദൈവമകനായി തീർന്നുവോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കി. റോക്ക്ഫെല്ലർ ആയിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം സ്ഥാപിച്ച ട്രസ്റ്റാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും. കാരണം അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമല്ല. പാപം ഉപേക്ഷിച്ചുകൊണ്ട് അവനെ അന്വേഷിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഏതെല്ലാം ജ്ഞാനം നാം സമ്പാദിച്ചാലും ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ജ്ഞാനത്തിൻ്റെ അടുക്കലോളം എത്തുകയില്ല. അപ്പോസ്തലനായ പൗലോസ് തനിക്കുള്ള സകല സമ്പത്തും സർവവും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തി. പൗലോസ് ബുദ്ധിമാനായിരുന്നു. ആകയാൽ നമുക്ക് ലാഭമായിരിക്കുന്നതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും വിലയേറിയ മുത്തായ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ നേടാം. അവനെ നേടുവാൻ നാം ചെയ്യേണ്ടത് യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ്. അപ്രകാരം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജ്യോതിഷികളെ പോലെ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.